എവിടെയടി? പുറത്തേക്ക് പോയി. ഇയാൾ ഇതൊന്നും ഒടിച്ചതാ. കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ പൊക്കിത്തരാം. നീ ഓടിച്ചോ. ഓടിച്ചു. തായർക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ ചേട്ടാ? നമുക്ക് ഈ ആറ്റിലിറങ്ങി ഒന്ന് കുളിക്കാം. വേണ്ട. എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട. ആണ്ടിൽ ഒരിക്കലാ വരുന്നത്. വന്നാ പിന്നെ മുഖവും വീർപ്പിച്ച് ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നോട് ഒരു സ്നേഹവും ഇല്ല. നീയുള്ളത് കൊണ്ടാ വല്ലപ്പോഴെങ്കിലും ഇവിടെ വരുന്നത്. എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേട്ടാ. വരൂ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. എന്തിന്? അമ്മാവന്റെ മനസ്സ് മാറാനും ദീപേട്ടന്റെ സന്തോഷത്തിനും വേണ്ടി. 5 3 കൂട്ടി വിട്ടാൽ ആകുമേ 8. 5 3 കൂട്ടി വിട്ടാൽ ആകുമേ 8. സാർ, പെട്ടി ഞാൻ എടുത്തോളാം. എടാ പയ്യനെ, വർഷം 30 30 years ഈ പെട്ടി എന്റെ ചുമലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവനല്ല, ഇവന്റെ ഫാദേഴ്സ് പെട്ടി എന്റെ ചുമലിലിരിക്കും. സാർ, വയറ് വിശന്നിട്ടാ സാർ. എന്തെങ്കിലും തന്നാ മതി. പെട്ടി ഞാൻ എടുത്തോണ്ട് തരാം. എടാ, നിന്നെ കണ്ടിട്ട് കൊള്ളാവുന്ന ലാൻഡ് ലോഡ് വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നല്ലോ. കുറെ ദൂരെയാ. ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. എന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം 2 പേർ തട്ടിയെടുത്തു. നിനക്ക് വേണ്ടപ്പെട്ട ഫാമിലീസ് ഒന്നും നിന്റെ വീട്ടിലില്ല? ഇല്ല. ഫാദേഴ്സും മദേഴ്സും ഒന്നും? പാവം. 1 rupees. നീ പോയി വയറ് നിറച്ച് കാപ്പിയും ഫുഡും ഒക്കെ കഴിച്ചു പോ. വേണ്ട സാർ, ചുമ്മാതെ എനിക്ക് കാശ് വേണ്ട. വെരി ഗുഡ്. നീ എന്റെ കൂടെ വരുന്നോ? നിനക്ക് ഞാനൊരു വർക്ക് ശരിപ്പെടുത്തി തരാം. ഡെഫിനറ്റ്ലി. വരുന്നോ? വരാം സാർ. വെരി ഗുഡ്. കം ഓൺ. യു ഡോണ്ട് ടച്ച് മൈ ബോക്സ്. ഈസ് വെരി കോസ്റ്റ്ലി ഫോർ 5. കം ഓൺ. മോളെ രാധേ, നീ എവിടെ മോളെ? അച്ഛൻ കമ്മിങ്. ദിസ് ഈസ് മൈ മകൾ രാധ. ഈ ചെറുക്കനെ രാജാ? അങ്ങ് ദൂരെ എവിടെയോ ഉള്ളതാ. ഏതോ തെമ്മാടികൾ ഇവന്റെ കയ്യിലുള്ളതൊക്കെ പിടിച്ചു പറിച്ച് അടിച്ച് വഴിയിലിട്ടിരിക്കുന്നു. ആരും ഇല്ലാത്തവനാന്നാ പറയുന്നത്. നിങ്ങളെ വിവാഹം കഴിക്കാൻ ഒരു ഉന്നത കുടുംബത്തിൽ നിന്ന് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വരും. മഴ കിടന്നതിനെയൊക്കെ വലിച്ചെടുത്ത് ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നത്? ഇവൻ ഈസ് വെരി പാവം. വിശന്ന് തളർന്നാ വരുന്നത്. നീ കുറച്ച് ചോറ് വിളമ്പി ഇവന് കൊടുക്കണം. വരുന്നവർക്കൊക്കെ ചോറ് കൊടുക്കാൻ എന്താ ഹോട്ടലാണോ? പച്ചക്കപ്പതിന്നിട്ട് നലന്തിക്ക് ഒരു കുട്ടി മാരിച്ചാലേ. ഓളെ എന്നാ മിഠായി. യു ഗോ. യു കം ഹിയർ. എടാ, നിനക്ക് ഞാനൊരു വേക്കൻസി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലേ? എന്താണ് എടാ വേക്കൻസി എന്ന് പറഞ്ഞാൽ ജോലി. എവിടെയാണ് അമ്മാവ? ഇവിടെ അടുത്ത് തന്നെ. പക്ഷേ നിന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്ത് പണിയാച്ച? യു ഡോണ്ട് വെറി. എഴുത്തും കുത്തൊന്നുമല്ല, ചകിരി പിച്ചൽ വേക്കൻസി. അതിന് ഈ ചെറുക്കം കൊള്ളാമോ? എന്ത് ജോലിയായാലും ഞാൻ ചെയ്തോളാം. വെരി ഗുഡ്. എന്നാൽ ടുമാറോ മുതൽ നീ ആ വേക്കൻസിന് പോയിട്ട് വേറൊരു വേക്കൻസി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കാം. മോളെ, കുളിക്കാനുള്ള വാട്ടർ ചൂടാക്കി വെച്ചിട്ടുണ്ടോ?
ഉണ്ടച്ചാ വീഴുന്നില്ലേ? എന്താ ഇത്? മിഠായി നിനക്ക് തിന്നാൻ. വേണ്ടെങ്കിൽ ഞാൻ വേറെ കൊടുക്കും പറഞ്ഞേക്കാം. അയ്യോ, ഒന്നിങ്ങ് തന്നേനെ ഞാൻ തിന്നേക്കാം. അതെന്താ അച്ഛന് മരുന്നാണോ? ഇത്ര വലിയ കുപ്പിയിലോ? നോക്കട്ടെ. വേണ്ട, ഞാൻ കൊടുത്തോളാം. നോക്കട്ടെ എന്ന്. വീടിനാവേ ഞാൻ നോക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. കള്ള്. ഇയാളെ നിന്റെ അച്ഛനെ കൊണ്ട് കള്ളു കുടിപ്പിക്കാൻ പോവാണ്. കള്ളു കുടിച്ചു കുടിച്ച എന്റെ അച്ഛൻ ഇങ്ങനെ ആയത്. ഇതാ, ഇനി മേലാൽ എന്റെ അച്ഛന് കള്ളു വാങ്ങിച്ചു കൊടുക്കല്ലേ. ദൈവമാണ് മോനെ നിന്നെ എനിക്ക് കൊണ്ടു തന്നത്. ഒരു മോനില്ലാത്ത സങ്കടം ഇപ്പൊ എനിക്ക് മാറി. ഓ, ഞാൻ ചത്ത എന്റെ മോളെ നോക്കാൻ ആരുമില്ലല്ലോ എന്നായിരുന്നു എന്റെ ഫീലിംഗ്. നീ പേടിക്കണ്ടേ മോളെ, എന്റെ മോളെ നോക്കാൻ ആളുണ്ട്. എന്റെ പൊന്നു മോൻ നിന്നെ നോക്കിക്കോളും. ഞാൻ കള്ളു കുടിക്കുന്നത് എന്റെ മോക്ക് ഇഷ്ടല്ല. എന്തിനാ അമ്മാവൻ കള്ളു കുടിക്കുന്നേ? ലൈഫ് ടൈമിൽ സംതിങ് സുഖമൊക്കെ വേണ്ട മോനെ. അമ്മയില്ലാത്ത പാവം പെണ്ണാ രാധ. അവളുടെ കണ്ണീരിനേക്കാൾ വലുതാണോ അമ്മാവ കള്ളു കുടിച്ചാൽ കിട്ടുന്ന സുഖം? ഇല്ലട മോനെ, ഞാൻ നീ കുടിക്കൂല. ഇനി ഞാൻ കള്ളു കുടിക്കൂല. ഇതെന്റെ അവസാനത്തെ കുടി. അവസാനം. രാധേ, അയ്യോ, എന്താ ഇത്? പിച്ചുവണ്ടി തട്ടി കൈയൊന്ന് മുറിഞ്ഞു. വലിയ മുറിവാണോ? സാരമില്ല. എന്തിനാ മോനെ നീ ഈ കൈ കൊണ്ടുപോയി ആ മിഷനിലിട്ടത്? ദൈവം കാത്തതാ, അല്ലെ കൈ 2 കഷ്ണമായി പോകേണ്ടതാ. കുറച്ചൊക്കെ ഡോൺ കെയർ ആയിരിക്കണ്ടേ? ഒരബദ്ധം പറ്റിയതാ. എന്തോന്ന് അബദ്ധം? അങ്ങനെ അബദ്ധമൊന്നും പറ്റണ്ട. നീ ചള്ളു വേക്കൻസി പോകണ്ട. ഇനി വേറൊരു വേക്കൻസി കിട്ടുന്നവരെ ഉള്ളതും കഴിച്ച് നമുക്ക് ഇവിടെ എങ്ങാനും കൂടാ. മോളെ മോളെ, എന്തോ? ആ, നീ ഇവന്റെ കാര്യത്തിൽ പ്രത്യേകം കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ചോറ് വിളമ്പിട്ടുണ്ടോ? എന്നാ പറയണ്ടേ? വാ, നമുക്ക് പോയി ഊണ് കഴിക്കാം. ഞാൻ വാരി തരാം. വാ. ചോറുന്നു. സ്പൂണുണ്ടോ? ഊണുണ്ടോന്നോ? പിന്നെ ഇരിക്കുന്ന എന്തോന്നാ? കരണ്ടി ഉണ്ടോന്നാ ചോദിച്ചത്. ഇവിടെ കരണ്ടിയും കൊരണ്ടിയും ഒന്നുമില്ല. ചെറിയ തവി മതിയോ? മതി.
മുഴുവൻ ചോറും വയറ്റി പോവില്ല, ഞാൻ ഒരുക്കി തരാം. കൈ നനയും, ഞാൻ കൊരൊഴിച്ചു തരാം. വേണ്ട രാധേ, ഞാൻ കുളിച്ചോളാം. ഇന്ന് തരാനല്ലേ പറഞ്ഞത്? വായിക്കുന്നേ? ഇതൊരു മാസികയാ. നിറയെ പടങ്ങളുണ്ടല്ലോ. അയ്യേ, നല്ല പട്ട് പടങ്ങള്. നിനക്ക് വായിക്കാൻ അറിയില്ലേ? കൊച്ചിലെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ പഠിക്കാൻ വിട്ടില്ല. ഞാനിവിടെ ഉണ്ടല്ലോ, എഴുതാനും വായിക്കാനും. നിന്നെ ഞാൻ പഠിപ്പിക്കാം. അതിന് ഇയാൾ എന്നും ഇവിടെ കാണുമോ? നിനക്കിഷ്ടമാണെങ്കിൽ ഞാൻ എന്നും ഇവിടെ താമസിക്കും. എനിക്ക് ഇഷ്ടമാ. അപ്പോ എന്നെ ഇഷ്ടമാണ്. എന്താ രാത്രി കുളിക്കുന്നില്ലേ? പെണ്ണാകെ അങ്ങ് മാറി. ആ ചാന്തൂപ്പി എടുത്തതാ. പൊട്ടിടാനാണോ? ഞാനിട്ട് തരാം. വേണ്ട, എടുത്തു തന്നാ മതി. അതെന്താ? ഞാനിട്ടാ ശരിയാവില്ലേ? പിന്നെന്താ? ഇപ്പൊ വേണ്ട. എന്നാലേ ഇപ്പൊ എടുത്തു തരാൻ മനസ്സില്ല. കളിക്കാതിങ്ങ എടുത്തതാ. ഞാൻ അങ്ങോട്ട് കേറത്തില്ല. പൊട്ടിടണമെങ്കിൽ അകത്തുവാ. എനിക്ക് അകത്ത് കയറാൻ പാടില്ല. അതെന്താ? ഞാൻ പോവാ.
ശാന്തകുപ്പി എനിക്കല്ല, അയലത്തെ അമ്മണി കുട്ടിക്കാം. ഓഹോ, അങ്ങനെയാണോ? ശരി, ഇതാ പിടിച്ചോ.